മന്ന പൊഴിച്ച ദൈവം, രാത്രിയിൽ ദീപസ്തംഭമായ ദൈവം, പകൽ മേഘസ്തംഭമായ ദൈവം, അത്ഭുതങ്ങളുടെ രാജാവായ ദൈവം. ആ ദൈവത്തെ ആരാധിക്കാൻ, ആ ദൈവത്തെ സ്തുതിക്കാൻ, ആ ദൈവത്തെ വാഴ്ത്താൻ ഹോളി ബീറ്റ്സിൻ്റെ മറ്റൊരു അധ്യായം ഇതാ ആരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം. ഹോളി ബീറ്റ്സിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുമ്പോൾ ഏറ്റവും ആദ്യം പാടാനെത്തുന്നത് ബിൻഹയാണ്. ലെറ്റ് മീ വെൽക്കം ബിൻഹ റോസ്. ഹായ് ബിൻഹ. ഹായ്, എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ബിൻഹ, ഇന്ന് ഏത് പാട്ടാണ് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്? ഇന്ന് കുരിശുമായി നിന്റെ കൂടെ വരാം എന്നുള്ള സോങ്ങാണ് പാടുന്നത്. ഈശോയുടെ പീഡാസഹനത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു പാട്ടല്ലേ? അപ്പോൾ പാട്ടിലേക്ക് പോയാലോ? ബിൻഹ ഇപ്പോൾ പാടുന്ന പാട്ട് KJ കുരുവിളയാണ് എഴുതിയിരിക്കുന്നത്. പാടിയിരിക്കുന്നത് ചിത്ര ചേച്ചിയാണ്. നമുക്ക് ആസ്വദിക്കാം. പരപീഡയേറ്റു
ഹോളി ബീറ്റ്സിൽ ഇനി അടുത്തതായി ഒരു സോളോ സോങ് തന്നെയാണ്. ഈ പാട്ട് പാടാൻ എത്തുന്നത് ജെൻ ആണ്. സോ ലെറ്റ് മീ വെൽക്കം ജെൻ ഓൺ ടു ദ സ്റ്റേജ്. ഹായ് ജെൻ. ഹലോ, എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ആദ്യമായിട്ടാണല്ലേ ഹോളി ബീറ്റ്സിന്റെ വേദിയിൽ പാടുന്നത്? അതെ, ആദ്യമായിട്ടാണ്. അപ്പൊ നമുക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താവോ? ഓക്കെ, എൻ്റെ പേര് ജെൻ കാച്ചോര ജെന്നിങ്സ്. ഞാൻ വരുന്നത് മാവേലിക്കരയിൽ നിന്നാണ്. ജെൻ എന്ത് ചെയ്യുന്നു? ഞാൻ ദുബായിൽ വർക്കിംഗ് ആണ്, എഞ്ചിനീയർ ആയിട്ട്. ഓക്കെ, അടിപൊളി. അപ്പം ഈ പാട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല, നല്ലതായിട്ട് പോകുന്നുണ്ട്. പള്ളിയിലെ കൊയറിലൊക്കെ പാടാറുണ്ട്? പള്ളിയിലെ കൊയറിലും എല്ലാം ഉണ്ട്. ഓക്കെ, സജീവമായിട്ട് നിൽക്കുന്നല്ലേ? അപ്പൊ ഇന്ന് ഏത് പാട്ട് ഹോളി ബീറ്റ്സിന്റെ വേദിയിൽ പാടുന്നത്? യേശുവൻ അടിസ്ഥാനം എന്ന പാട്ടാണ്. ഈ പാട്ട് സെലക്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ റീസൺ ഉണ്ടോ? എന്നെ ഒരുപാട് ടച്ച് ചെയ്തൊരു സോങ്ങാണ്. കുഞ്ഞുനാൾ മുതലൊക്കെ വീട്ടിൽ അമ്മച്ചിയൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ വീട്ടിൽ കുടുംബ പ്രാർത്ഥനയൊക്കെ പാടുന്നൊരു പാട്ടാണ്. അപ്പൊ അങ്ങനെ ഒരു സ്പെഷ്യൽ അറ്റാച്ച്മെന്റ് ഉള്ളതുകൊണ്ടാണ് ആ പാട്ട് സെലക്ട് ചെയ്തത് അല്ലേ? ഓക്കെ, അപ്പൊ ജെന്നിന് നന്നായിട്ട് പാടാൻ സാധിക്കട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ജെന്നി ഇവിടെ പാടുന്നത് ഒത്തിരി പഴയൊരു പാട്ടാണ്, ഒരു ട്രഡീഷണൽ പാട്ടാണ്. ഈ പാട്ട് എഴുതിയിരിക്കുന്നത് റെവറൻ TJ ആൻഡ്രൂസ് ആണ്. നമുക്ക് ആസ്വദിക്കാം. യേശു എന്നടിസ്ഥാനം, ആശയവനിലത്രേ, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. ഇത്ര മധുരമവൻ നാമമെനിക്കു പാർത്താൽ, ഓർത്തു വരും തോറുമൻ ആർത്തി മാഞ്ഞു പോകുന്നു, ഓർത്തു വരും തോറുമൻ ആർത്തി മാഞ്ഞു പോകുന്നു. യേശു എന്നടിസ്ഥാനം, ആശയവനിലത്രേ, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. രോഗമെന്നെ പീഡിച്ചൻ, ദേഹം ക്ഷയിച്ചാലുമേ വേഗം വരുമെന്നാഥൻ, ദേഹം പുതുതാക്കിടാൻ വേഗം വരുമെന്നാഥൻ, ദേഹം പുതുതാക്കിടാൻ. യേശു എന്നടിസ്ഥാനം, ആശയവനിലത്രേ, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും, ആശ്വാസത്തിൻ പൂർണ്ണത
വന്ന ശാപക്കരകൾ മാറ്റി ശോഭിത നീതി വസ്ത്രം ആഭരണമായി നൽകും ശോഭിത നീതി വസ്ത്രം ആഭരണമായി നൽകും യേശു എന്നടിസ്ഥാനം ആശയവനിലത്രേ ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. ഹോളി ബീറ്റ്സിന്റെ ഇന്നത്തെ എപ്പിസോഡിലെ 3ാമത്തെ സോളോയിലേക്കാണ് നമ്മൾ പോകുന്നത്. അടുത്ത ഗാനം ആലപിക്കുന്നത് ഷിജിൻ ചേട്ടനാണ്. സോ ലെറ്റ് മീ വെൽക്കം ഷിജിൻ ഓൺ ടു ദ സ്റ്റേജ്. ഹായ് ഷിജിൻ ചേട്ടാ. ഹായ്. എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. നല്ല വിശേഷം അല്ലേ? ഷിജിൻ ചേട്ടൻ ഹോളി ബീറ്റ്സിന്റെ ഏത് സീസണിലാണ് ഇവിടെ എത്തിയത്? ഞാൻ 7ലാണ് വരുന്നത്. 7ലാണ്. ഇപ്പം നമ്മൾ ഒരു 18th സീസണിൽ എത്തി നിൽക്കുന്നു. അപ്പോൾ ചേട്ടൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷകരമായുള്ള ഒരു കാര്യമല്ലേ. കാരണം ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ കാൻഡിൽസ് ബാൻഡ് പോലെ ഇത്രയും വലിയൊരു ബാൻഡിൽ ഇത്രയും സീസൺ നമുക്ക് പങ്കെടുക്കാൻ സാധിച്ചു എന്ന് കരുതുന്നത് തന്നെ ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ട് കരുതുകയാണ്. ജീവിതത്തിലെ വലിയൊരു മഹാഭാഗ്യങ്ങളിലൊന്നായിട്ട് കരുതുകയാണ്. ഉറപ്പായിട്ടും. ഇന്ന് ഏത് പാട്ടാണ് ഷിജിൻ ചേട്ടൻ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്? നമുക്കെല്ലാവർക്കും വളരെയധികം സുപരിചിതമായ ഒരു ഗാനമാണ് സ്നേഹപ്രവാഹം എന്ന ആൽബത്തിലെ തന്നെ. ഷിജിൻ ചേട്ടൻ ഹോളി ബീറ്റ്സിന്റെ 7th സീസണിൽ വന്നപ്പോഴും ഈ ഒരു ആൽബത്തിലെ പാട്ട് വെച്ചിട്ട് തന്നെയല്ലേ തുടങ്ങിയത്? ഓക്കെ, അപ്പൊ അതിനോടൊരു സ്പെഷ്യൽ അറ്റാച്ച്മെന്റ്. തീർച്ചയായിട്ടും. പണ്ട് തൊട്ട് വളരെ ഇഷ്ടമുള്ള പാട്ട്, യേശുവിൻ്റെ പ്രാണനാഥനാണ് ഞാൻ ആദ്യം ഈ വേദിയിൽ പാടുന്ന പാട്ട്. പണ്ട് തൊട്ട് ഇഷ്ടമുള്ള ആൽബമാണ് സ്നേഹപ്രവാഹം പ്രതിയും എല്ലാം. അതിലെ പാട്ടുകൾ പാടാൻ സാധിക്കുന്നതിൽ വളരെ സന്തോഷം. ഇപ്പം അങ്ങനൊരു പാട്ട് സെലക്ട് ചെയ്യാൻ കഴിഞ്ഞതിലും വളരെ വളരെ സന്തോഷം. ഓക്കെ, അപ്പോൾ ഈ സ്നേഹസ്വരൂപ എന്നുള്ള പാട്ടും നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ഒത്തിരി പഴയ ഒരു പാട്ടാണ്, എവർഗ്രീൻ ആയിട്ട് നിൽക്കുന്നൊരു പാട്ടാണ് അല്ലേ? അപ്പോൾ ആ പാട്ട് സെലക്ട് ചെയ്തതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ ഷിജിൻ ചേട്ടൻ നന്നായിട്ട് പാടാൻ സാധിക്കട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഫാദർ ജസ്റ്റിൻ പനക്കലിന്റെ സംഗീതത്തിൽ യേശുദാസ് ആലപിച്ച ഈ മനോഹരമായ ഗാനം ഷിജിൻ ചേട്ടന്റെ വോയിസിലൂടെ നമുക്ക് ആസ്വദിക്കാം. സ്നേഹസ്വരൂപാ തവ ദർശനം ഈ ദാസരിലേകിടൂ. സ്നേഹസ്വരൂപാ തവ ദർശനം ഈ ദാസരിലേകിടൂ. പരിമളമിയല ജീവിതമലരിൽ അനുഗ്രഹവർഷം ചൊരിയേണമേ ചൊരിയേണമേ. സ്നേഹസ്വരൂപാ തവ ദർശനം ഈ ദാസരിലേകിടൂ. മലിനമായ ഈ മൺകുടമങ്ങേ തിരുപാദ സന്നിധിയിൽ. മലിനമായ ഈ മൺകുടമങ്ങേ തിരുപാദ സന്നിധിയിൽ. അർച്ചന ചെയ്തിടും ദാസരിൽ നാഥാ കൃപയേകിടൂ കൃപയേകിടൂ. ഹൃത്തിൻ മാലിന്യം നീക്കിടൂ നീ.
സ്നേഹസ്വരൂപാ തവ ദർശനം ഈ ദാസരിലേകിടൂ. മരുഭൂമിയാ ഈ മാനസം തന്നിൽ നിൻഗേഹം തീർത്തിടുക. മരുഭൂമിയാ ഈ മാനസം തന്നിൽ നിൻഗേഹം തീർത്തിടുക. നിറഞ്ഞിടുകന്നിൽ എൻ പ്രിയനാഥ, പോകരുതേ നിന്നിൽ ഞാനെന്നും ലയിച്ചിടട്ടെ. സ്നേഹസ്വരൂപാ തവ ദർശനം ഈ ദാസരിലേകിടൂ. പരിമളമിയല ജീവിതമലരിൽ അനുഗ്രഹവർഷം ചൊരിയണമേ. സ്നേഹസ്വരൂപാ തവ ദർശനം ഈ ദാസരിലേകിടൂ. ഹോളി ബീറ്റ്സിൽ ഇനി അടുത്തതായ ഒരു ഗ്രൂപ്പ് സോങ് ആണ്. കാൻഡിൽസ് ബാൻഡിലെ സിംഗേഴ്സ് എല്ലാവരും ചേർന്ന് ഫാദർ മൈക്കിൾ പനച്ചിക്കൽ എഴുതിയ അത്യുന്നതങ്ങളിൽ നിന്ന് എന്ന് തുടങ്ങുന്ന അതിമനോഹരമായ പാട്ടാണ് നമുക്ക് ആസ്വദിക്കാം. യേശുനാമം അതിശക്തനാമം, ഇന്നും ഏതു മുഴങ്ങാനും താണുമടങ്ങുന്ന നാമം. ഇന്നും ഏതു മുഴങ്ങാനും താണുമടങ്ങുന്ന നാമം. അത്യുന്നതങ്ങളിൽ നിന്നിങ്ങു വന്ന കർത്താവാം യേശുവിൻ നാമം. ഏകനാമം അത് യേശുനാമം, യേശുനാമം അതിശക്തനാമം. ഏകനാമം അത് യേശുനാമം, യേശുനാമം അതിശക്തനാമം. ഇന്നും ഏതു മുഴങ്ങാനും താണുമടങ്ങുന്ന നാമം. ഇന്നും ഏതു മുഴങ്ങാനും താണുമടങ്ങുന്ന നാമം. അത്യുന്നതങ്ങളിൽ നിന്നിങ്ങു വന്ന കർത്താവാം യേശുവിൻ നാമം.
ഗ്രൂപ്പ് സോങ്ങോട് കൂടി ഹോളി ബീറ്റ്സിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇതാ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത ആഴ്ച ഇതുപോലെ തന്നെ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപിടി നല്ല ഗാനങ്ങളുമായി ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. അതുവരെ നമുക്ക് പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. Thank you so much for watching and stay tuned to Holy Beats.